പ്ലസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശ്രീ എം.പി. രാജേഷ്. പാലക്കാട്ടുകാരനാണ് കക്ഷി. അദ്ദേഹത്തിൻ്റെ ചില നടപടികൾ, അടുത്ത കാലത്തുണ്ടായ ചില നടപടികൾ ഈ മന്ത്രിസഭയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി നമ്മളിത് പരിശോധിക്കേണ്ടതുണ്ട്. രാജേഷ് ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. അദ്ദേഹം മുൻകാലത്ത് പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് വക്താവുമായിരുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ചിലതൊക്കെ പിഴച്ചുപോയി എന്ന് പറയാതെ വയ്യ. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ പലപ്പോഴും ഈ മുന്നണിക്ക് ദോഷമായി വന്നിട്ടുണ്ടോ എന്ന് മുന്നണിയിലെ നേതാക്കൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മന്ത്രി രാജേഷ് ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ചെയ്തു എന്ന് അദ്ദേഹമാണോ ഇതിന് നേതൃത്വം നൽകിയത്, ഇല്ലെങ്കിൽ അതിന് കരുക്കൾ ഒഴുക്കിയത് എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ വാർത്തകൾക്കിടയിൽ നിന്നും നമുക്ക് വായിക്കാൻ കഴിയുന്നത് മന്ത്രി രാജേഷിന് അതിൽ ചില കൈയുണ്ട് എന്നുള്ളതാണ്. അത് UDFിൻ്റെ നേതാക്കളും പരസ്യമായി തന്നെ രാജേഷിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഒടുവിലത്തെ വിവാദം അദ്ദേഹത്തിന് പിഴച്ചുപോയ ഒരു പാലക്കാട്ട് വിഷയമാണ്. ഈ ട്രോളിയിൽ ലക്ഷം രൂപ, 40 ലക്ഷത്തോളം രൂപ കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറി എന്നുള്ള ഒരു ആക്ഷേപം വന്നല്ലോ. അതിൻ്റെ പശ്ചാത്തലം കൂടി നിങ്ങൾ നോക്കണം. പാതിരാത്രി 3 മണിക്കോ 4 മണിക്കോ പോലീസ് ഇരച്ചു കയറി ഈ നേതാക്കൾ താമസിച്ചിരുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നു. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വനിതാ കോൺഗ്രസ് നേതാക്കളാണ്. അവർ താമസിച്ചിരുന്ന മുറിയിൽ പോലും കയറി പരിശോധിച്ചു എന്ന് പറഞ്ഞാൽ ഷാനിമോൾ ഉസ്മാനുണ്ട്, അതുപോലെ മറ്റൊരു നേതാവുമുണ്ട്, കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവും ഉണ്ട്, ബിന്ദു കൃഷ്ണ. ഇവർ രണ്ടുപേരും താമസിച്ചിരുന്ന മുറികളിൽ പോലും പോലീസ് കയറി പരിശോധന നടത്തി. അവിടെയൊക്കെ ഈ ട്രോളി ബാഗിൽ കൊണ്ടുവന്ന തുക ഒളിപ്പിച്ചു വെച്ചോ എന്നുള്ളതാണ്. ഒരു KSU നേതാവ് ട്രോളി ബാഗും ഉന്തിത്തള്ളിക്കൊണ്ട് പോകുന്നതായിന്ന് ഈ വീഡിയോയിൽ നിന്നും കാണുന്ന ദൃശ്യം. അദ്ദേഹം അതും കൊണ്ട് പോകുന്നു, തിരിച്ചിറങ്ങി പോകുന്നു. പക്ഷേ അർദ്ധരാത്രി ഈ പരിശോധന പോലീസ് നടത്തിയത് അവർക്ക് കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അനധികൃതമായി കള്ളപ്പണം അവിടെ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്നിട്ടുള്ള പണം തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അവിടെ റെയ്ഡ് നടത്തി അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങി. പക്ഷേ അവർക്ക് നിരാശയായിരുന്നു ഫലം. എല്ലാം തിരിച്ചും മറിച്ചും ഹരിച്ചും ഗുണിച്ചുമൊക്കെ പരിശോധന നടത്തിയിട്ടും ആ തുക അവിടെ നിന്നെങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് തനിക്ക് വേണ്ടിയുള്ള ഡ്രസ്സ് കൊണ്ടുവന്ന ബാഗാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്നേ ആണയിട്ട് പറയുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും അത് തന്നെ പറയുന്നു. പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു സംഭവം അത് ഉണ്ടാക്കിയ ഒരു അനുരണമാണ്. അത് പൊളിഞ്ഞപ്പോൾ ഇത് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് തോൽവിക്ക് ഇടവരുത്തുന്ന ഒരു സംഭവമാക്കി ചിത്രീകരിക്കാം എന്നായിരുന്നു ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ ചിന്തിച്ചത്. പക്ഷേ അത് പൊളിഞ്ഞു പാളീസായപ്പോൾ അവരെല്ലാം തലവലിച്ചു. കാരണം പിന്നീട് പിടിച്ചു നിൽക്കാൻ ഒന്നും വയ്യാതെ വന്നപ്പോൾ അവർ തന്നെ സ്വയം പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇതിന് CPMൻ്റെ പല പ്രവർത്തകർ ഉൾപ്പെടെ അപ്പോൾ ആ ഹോട്ടലിൽ എത്തി, ആ ഹോട്ടലിൻ്റെ മുറ്റത്തെത്തി കാത്തു നിന്നത് ഇത് പോലീസ് കണ്ടെടുത്തു കൊണ്ടുവരുന്നതും അതിനെ വീഡിയോയിൽ ചിത്രീകരിച്ച് പാലക്കാട് മുഴുവൻ പ്രചരിപ്പിക്കാനുമായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഫലം വട്ടപൂജ്യമായിരുന്നു. ഇത് ശരിക്കും പാലക്കാട്ടെ വോട്ടർമാരിൽ വലിയൊരു സ്വാധീനം ചെലുത്തി എന്നുള്ളതാണ് അന്നേ വന്നിട്ടുള്ള വാർത്തകൾ. അതായത് വോട്ടർമാർ ഈ കപട നാടകമാണ് നടന്നതെന്ന് മനസ്സിലാക്കുകയും അവർ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തതാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമ്മൾ കണ്ടത്.
ഈ തന്ത്രം ശരിക്കും മെനഞ്ഞെടുത്തതിൽ എം.ബി. രാജേഷിന് പങ്കുണ്ട് എന്ന് അന്ന് മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തുറന്ന് പറയുകയാണ് ചെയ്തത്. പലതിലും ഈ മന്ത്രി എം.ബി. രാജേഷിൻ്റെ ചില ബ്രെയിൻ വർക്കുകൾ ഉണ്ടായി എന്നുള്ളത് പിന്നീടും വാർത്തകളിൽ വന്നു. അതാണ് രണ്ട് പത്രങ്ങളിൽ, അതും രണ്ട് സമുദായങ്ങളുടെ രണ്ട് ഗ്രൂപ്പുകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ വന്ന വാർത്തയാണ്. അതിൽ ശരിക്കും ഈ ഡോക്ടർ പി സരിൻ തരംഗമാണെന്ന് കാണിച്ചു കൊണ്ട് വന്നിട്ടുള്ള പരസ്യങ്ങൾ, ഈ പരസ്യങ്ങൾ ഈ പ്രധാനപ്പെട്ട രണ്ട് സമുദായത്തിൻ്റെ പത്രങ്ങളിൽ മാത്രം വന്നതിൻ്റെ പിന്നിലും ഈ ബുദ്ധി വർക്കൗട്ടായി എന്നുള്ളതാണ് ഈ വാർത്തകൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്തരം ഒരു വാർത്ത മെനഞ്ഞെടുത്താൽ ഇത് പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയും എന്ന കുബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ആ വിഷയം. പക്ഷേ അതും ചീറ്റിപ്പോയി. ഇത് രണ്ടും അനുകൂലമായില്ല എന്ന് മാത്രമല്ല, പ്രതികൂലമാവുകയും ചെയ്തു. അത് പാലക്കാട്ടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിശൂന്യരൊന്നുമല്ല. കേരളത്തിലെ സാക്ഷര കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ജനങ്ങൾ, ബുദ്ധിയുള്ള ജനങ്ങൾ, ബൗദ്ധിക തലത്തിൽ ഉയർന്ന ചിന്താശേഷിയുള്ള ആളുകളൊക്കെ പാലക്കാട്ടെ വോട്ടർമാരാണ്. അവരോട് ഇത്തരത്തിലുള്ള ചില കുബുദ്ധികൾ കാണിച്ചാൽ അതെല്ലാം വിശ്വസിച്ചുകൊണ്ട് അവർ വോട്ട് മാറ്റിക്കുത്തും എന്ന് കരുതിയ മൗഢ്യമാണ് അവിടെ പൊളിഞ്ഞു വീണത്. ഇവിടെ ഈ രണ്ട് കാര്യത്തിലും രാജേഷിന് പങ്കുണ്ട് എന്നുള്ളതാണ് ഈ നേതാക്കൾ, UDF നേതാക്കൾ ആക്ഷേപിക്കുന്നത്. അതിൻ്റെ ശരി തെറ്റുകൾ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് ചെയ്തു എന്ന് പറയാനും നമ്മളാളല്ല. പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് പാലക്കാട്ടുണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അത് ശ്രീ രാജേഷ് തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഇടതുമുന്നണിയുടെ അംഗീകാരം ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടാകാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കുറേ നാൾ മുമ്പായിട്ട് തന്നെ പല നികുതി ഇനങ്ങളും വർദ്ധിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളിൽ നിന്നും ഈടാക്കിക്കൊണ്ടിരിക്കുന്ന പലതും വർദ്ധിപ്പിച്ചു. പ്രോപ്പർട്ടി ടാക്സിൻ്റെ വർധനവ് വന്നു, അതുപോലെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ വർധനവ് വന്നു, ബിൽഡിംഗ് ആപ്ലിക്കേഷൻ ഫീയുടെ വർധനവ് വന്നു. ഈ വർധനവ് എല്ലാം വന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വിഭാഗത്തിൽ നിന്നാണ്. ആ ഉത്തരവുകളെല്ലാം ഇറങ്ങിയത്. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെയാണ്. പക്ഷേ അത് പിന്നീട് ഇലക്ഷനിൽ തിരിച്ചടി വന്നപ്പോൾ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വന്നതിന് ശേഷം ആ ഉത്തരവുകളിൽ ചിലതിൽ കുറവ് വരുത്തി. പ്രോപ്പർട്ടി ടാക്സിൻ്റെ കാര്യത്തിൽ അല്പം മയം വന്നു, ബിൽഡിംഗ് പെർമിറ്റ് ഫീസിൻ്റെ കാര്യത്തിൽ വർധനവ് വന്നു, അതുപോലെ ബിൽഡിംഗ് ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യത്തിൽ ചില വർധനവിൽ കുറവ് വരുത്തി. പകുതിയോളം വർധനവിൽ ബിൽഡിംഗ് പെർമിറ്റ് ഫീയിൽ കുറവ് വന്നു. അതൊക്കെ ഇലക്ഷനിന് ശേഷമാണ് റിസൾട്ട് നെഗറ്റീവായപ്പോൾ അതനുസരിച്ച് കുറവ് വരുത്തിയാണ് ഉത്തരവ് ഇറക്കിയത്. അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിനു മുമ്പ് ആ വർധനവ് ജനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് ജനങ്ങൾ കരുതിയെന്നും അതുകൊണ്ട് തന്നെയാണ് അവർ തിരിച്ച് വോട്ട് ചെയ്തത് എന്നും നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാം. കാരണം തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ എപ്പോഴും ഉണ്ടാകണം. അത് ഉണ്ടാകാത്തിടത്തോളം ജനങ്ങൾ ആ ഇലക്ഷനിൽ അവരുടേതായ പ്രതികരണം കാണിക്കും. ജനങ്ങൾക്ക് എപ്പോഴാണോ ജനങ്ങളെ ശിക്ഷിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ജനങ്ങൾ തിരിച്ചും ശിക്ഷിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതാണ് തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അതിലും ശ്രീ രാജേഷിൻ്റെ പങ്ക് ഇടതുമുന്നണി നേതാക്കൾക്കിടയിൽ തന്നെ വലിയ ചർച്ചാ വിഷയം ആയതാണ്. തുടർന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലതിലും കുറവ് വരുത്തി. ഹരിത കർമ്മസേനയ്ക്കുള്ള ഫീസ് ഉൾപ്പെടെയാണ് പറയുന്നത്. പല മേഖലകളിലേക്കും അന്ന് ഫീസ് വർധനവ് വരുത്താൻ തക്ക ഉത്തരവ് നൽകിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ആ വകുപ്പിൽ നേതൃത്വം കൊടുക്കുന്നത് ശ്രീ എം.ബി. രാജേഷാണ്. ആ വർധനവ് കുറച്ചു എന്നുള്ള വിവരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി രംഗത്ത് വന്നതും മന്ത്രി തന്നെയാണ്. കൂട്ടിയത് കുറച്ചത് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്, പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമാണ്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ മന്ത്രി എം.ബി. രാജേഷിന് യഥാർത്ഥത്തിൽ ഇടത് മുന്നണിക്കകത്ത് തന്നെ ചില എതിരായ സൂചനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ.
എന്തായാലും അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും അനുകൂലമായ ജനങ്ങൾക്ക് ഹിതകരമായ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് തന്നെ ഈ കുറവ് വരുത്തിയല്ലോ, പകുതിയെങ്കിലും കൂട്ടിയതിൽ നിന്നും പകുതിയെങ്കിലും കുറയ്ക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബൗദ്ധികമായ നിലവാരത്തെയാണ് കാണിക്കുന്നത്. ജനം എതിരാണെങ്കിൽ കുറയ്ക്കണമല്ലോ, അതിൽ പിടിച്ചു തൂക്കണമെന്നില്ലല്ലോ. പൂർണ്ണമായും കുറച്ചില്ലെങ്കിലും കുറേയെങ്കിലും കുറയ്ക്കാൻ അദ്ദേഹം തയ്യാറായല്ലോ. എന്തായാലും ഒരു ബാഡ് മാർക്ക് അദ്ദേഹത്തിന് വീണിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഇടതു മുന്നണി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. അത് നമ്മളൊന്നും കരുതുന്നത് പോലെയല്ല ഇടതു മുന്നണി അതൊന്നും കാണുന്നത്. കാരണം അവർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചില ചെയ്തികളെയും വീഴ്ചകളെയും ഒക്കെ അവർ പ്രതിരോധിച്ച് നിൽക്കാറുണ്ട് പലപ്പോഴും. അതാണ് നമ്മൾ എല്ലാ വിഷയത്തിലും കണ്ടുവരുന്നത്. അതാണ് അവർക്ക് ദോഷം ചെയ്യുന്നതും. അത് അവരറിയുന്നില്ല എന്ന് മാത്രം.